This is 24. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രമേഹമാണ് എന്നെ അച്ചടക്കം പഠിപ്പിച്ചത്. ഇത് പറഞ്ഞത് US സുപ്രീം കോടതി ജഡ്ജിയായ സോണിയ സോട്ടോമേയറാണ്. രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ചിട്ടയായ ജീവിതശൈലിയാണെന്ന സന്ദേശത്തോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ലൈവ് ഡോക്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കായി ഒരു പ്രത്യേക സന്ദേശമുണ്ട്. നിങ്ങളൊക്കെ മുൻ ബുള്ളറ്റിനുകളിൽ കണ്ടതുപോലെ 15 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് മംഗലാപുരത്തു നിന്ന് ഒരു ആംബുലൻസ് നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൃദയ ശസ്ത്രക്രിയ ഈ കുഞ്ഞിന് നടത്തുക എന്നതാണ് ഉദ്ദേശം. ഇതിൻ്റെ തത്സമയ വീഡിയോ ദൃശ്യങ്ങൾ ഈ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ആംബുലൻസ് ഇപ്പോൾ മലപ്പുറം ജില്ല കടന്നിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാനുള്ള വഴിയൊരുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ ആംബുലൻസിന്റെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കുക. പ്രമേഹവും ക്യാൻസറും എന്ന വിഷയമാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് എറണാകുളം SN മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ P. സുരേഷാണ്. ഡോക്ടർ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയബറ്റിക് ഓങ്കോളജി ആണെങ്കിലും അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കോട്സിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. പലരും ഒരു രോഗം വന്നതിന് ശേഷമാണ് ഒരു ചിട്ടയായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ചിട്ടയായ ജീവിതമുണ്ടെങ്കിൽ നമുക്ക് രോഗത്തെ പടിക്ക് പുറത്ത് നിർത്തരുതോ? നല്ലൊരു ചോദ്യമാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ജീവിതശൈലി രോഗങ്ങളാണ്. പല ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട 2 ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹവും ക്യാൻസറും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് മരണകാരണങ്ങളായ അസുഖങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ക്യാൻസറിന് 2ാം സ്ഥാനമാണ്, എന്നാൽ പ്രമേഹത്തിന് 12ാം സ്ഥാനം മാത്രമാണ് ഉള്ളത്. സാധാരണഗതിയിൽ നമുക്ക് പ്രമേഹം 4ആയിട്ട് തിരിക്കാം. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, പിന്നെ ഗർഭകാല അവസ്ഥയിലുണ്ടാവുന്ന പ്രമേഹവും മറ്റ് അസുഖങ്ങൾ മൂലം വരുന്ന പ്രമേഹവും. ഇതിൽ എപ്പോഴും നമ്മുടെ ജീവിതശൈലി മൂലം കൂടുതലായിട്ട് കുഴപ്പത്തിൽ വരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ഇങ്ങനെ ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ചില തരത്തിലുള്ള ക്യാൻസറുകൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് 1959 മുതൽ ജോസ്ലിൻ എന്ന് പറയുന്ന ഒരു പ്രമേഹ രോഗ വിദഗ്ധൻ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഒത്തിരി പഠനങ്ങൾ നടത്തി. പക്ഷേ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇത് തമ്മിൽ കണ്ടുപിടിക്കാൻ പലപ്പോഴും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ട് ക്യാൻസർ രോഗങ്ങൾ കാണുന്നുണ്ട്. അത് ഏതെല്ലാം തരത്തിലുള്ള ക്യാൻസറുകളാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയോടനുബന്ധിച്ച് കാണുന്ന ക്യാൻസറുകളാണ് ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ക്യാൻസർ. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കരൾ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ ക്യാൻസറുകളാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വൻകുടലിനോട് അനുബന്ധിച്ചുള്ള ക്യാൻസറുകൾ. പിന്നെ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഗർഭാശയത്തിൻ്റെ ഉൾഭാഗത്ത് ഉള്ള എൻഡോമെട്രിയം അവിടെ കാണുന്ന ക്യാൻസറുകളാണ്. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും പ്രായമാവുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഇത് പറയുമ്പോൾ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് ബന്ധം കുറവാണെന്നും ചില പേപ്പറുകളിൽ വായിച്ചു. കറക്റ്റ്. കാരണം എന്തുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രമേഹ രോഗികളിൽ കുറവായിട്ട് കാണുന്നത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള കാരണം എപ്പോഴും പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം കൊണ്ടാണെന്നാണ് ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ പ്രമേഹം വരുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന മറ്റു ഹോർമോണുകളായ സ്ത്രീജന്യമായ ഹോർമോണുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൊണ്ടായിരിക്കാം പ്രമേഹ രോഗികളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറവായിട്ട് കാണുന്നത്. അതൊരു കാരണം. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോർമോൺസ്, പുരുഷ ഹോർമോൺസ് അറ്റാച്ച് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. ഇതിൻ്റെ ഉൽപ്പാദനം ലിവറിൽ നിന്നും മറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുന്നതും ഒരു കാരണമാവാം. ഇങ്ങനെ 2 കാരണം കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്യാൻസറുകൾ അത് സാധാരണ പ്രായം കൂടുമ്പോൾ വരുന്നതിൽ നിന്നും 2 മുതൽ 2.5 മടങ്ങ് അധികം കാണുന്നുണ്ട്. പിന്നെ വേറെ 2 തരത്തിലുള്ള ക്യാൻസറുകൾ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറും അതേപോലെ നമ്മുടെ മെയിനായിട്ട് ബ്രസ്റ്റ് ക്യാൻസേഴ്സാണ് കൂടുതൽ കാണുന്നത്. ലിവർ ക്യാൻസർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നെ മൂത്രാശയ സംബന്ധമായ ക്യാൻസറുകളും അത് 1 മുതൽ 1.5 ഇരട്ടിയോളം കാണാറുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും. മറ്റൊരു കാര്യം ഡോക്ടറെ, ഇത് നമ്മൾ ഈ പ്രമേഹ രോഗികളിൽ ക്യാൻസർ ബാധിക്കുന്ന പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്ന് ചില കണക്കുകളിൽ പറയുന്നുണ്ട്. അത് ശരിയാണോ? അധികവും പുരുഷന്മാരിലാണ് കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റ് ശീലങ്ങൾ
പുരുഷന്മാരിൽ കൂടുതലാണ്. മദ്യപാനവും പുകവലിയും മറ്റും കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായിരിക്കാം ഈ വ്യത്യാസങ്ങൾ കാണുന്നത്. സ്ത്രീകളിൽ അമിതവണ്ണമുള്ളവരിൽ മറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വ്യായാമം കുറയുക, കൂടുതലായിട്ട് തടി വയ്ക്കുക. അപ്പോൾ അമിതവണ്ണം വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൂടുതലായിട്ട് കൊഴുപ്പടിയാൻ സാധ്യതയുണ്ട്. കൊഴുപ്പ് നമ്മുടെ തൊലിക്ക് താഴെ അടിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര കുഴപ്പമുള്ളതല്ല. എന്നാൽ ആന്തരികമായിട്ട് നമ്മുടെ അവയവങ്ങളുടെ ചുറ്റും അടിയുമ്പോൾ അത് വേറൊരു ഓർഗനായിട്ട്, ഒരു എൻഡോക്രൈൻ അവയവമായിട്ട് പ്രവർത്തിക്കാം. ഇപ്പം നമ്മുടെ പാൻക്രിയാസ് പോലെയും പിറ്റ്യൂട്ടറി പോലെയും അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയൊക്കെ ഉള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവയവമായിട്ട് പ്രവർത്തിക്കുകയും അത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ ഇൻസുലിൻ്റെ എതിരെ പ്രവർത്തിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചിലതരം വസ്തുക്കൾ സൈറ്റോകൈൻ എന്ന് പറയും, അത് ഇൻ്റർലൂക്കിൻ, സൈറ്റോകൈൻസ്, ഇത് ചിലപ്പോൾ ക്യാൻസർ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു കാരണം. പിന്നെ നമ്മുടെ ബ്ലഡിനകത്ത് പ്രമേഹ രോഗികളിൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ കൂടി നിൽക്കുന്ന ഷുഗർ പ്രോട്ടീനുമായിട്ട് സംയോജിച്ച് അതൊരു പ്രത്യേക തരത്തിലുള്ള വസ്തുക്കൾ ബ്ലഡിൽ ഉൽപ്പാദിപ്പിക്കാം. അതിനെ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. പ്രായമാകുമ്പോൾ എല്ലാവരിലും ഈ അഡ്വാൻസ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സിൻ്റെ അളവ് കൂടും. പക്ഷേ പ്രമേഹ രോഗികളിൽ, പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം മുമ്പോട്ടാക്കുന്ന ഒരു അസുഖം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റു രോഗികളെക്കാളും കൂടുതലാണ്. ഇതിനൊക്കെ മെയിൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ ജീവിതശൈലിയെ നമ്മൾ ഒരു പരിധിവരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഒരു കണക്ക്, പല വലിയ ആശുപത്രികളൊക്കെ നടത്തിയ കണക്ക് പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പ് 2 പ്രമേഹം വളരെ കുഞ്ഞു പ്രായത്തിൽ 6 വയസ്സ് തൊട്ട് തന്നെ കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അപ്പോൾ 6 വയസ്സ് തൊട്ട് ഒരു കുട്ടിയിൽ പ്രമേഹ രോഗം കാണുന്നുണ്ടെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത അവരിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടെർമിനോളജിയെ നമ്മളിപ്പോൾ ഡയബറ്റിക് ഓങ്കോപ്പതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും മുഴുവനായിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. മലപ്പുറത്ത് നിന്ന് സാറാമയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം സർ. ചോദിച്ചോളൂ. എനിക്ക് പ്രമേഹം പിടിപെട്ടിട്ട് ഒരു 14 വർഷത്തോളായി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 62 വയസ്സായി. പക്ഷെ ഞാൻ 3 നേരം ഇൻസുലിൻ എടുക്കുന്നു. ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ കാല് വിരലുകളൊക്കെ ഭയങ്കര വേദനയുണ്ട്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. ഇപ്പൊ 16 വർഷമായിട്ട് പ്രമേഹം ഉണ്ടാവുമ്പോൾ ഇത്രയും കാലം കൺട്രോൾ ആയിരുന്നോ അതോ ഒട്ടും കൺട്രോൾ ആയിട്ടില്ലേ? കൺട്രോളിൽ തന്നെയാണ്. ഞാൻ ഉച്ചയ്ക്ക് മാത്രം ഒരു ഇത്തിരി ചോറുന്നുള്ളൂ. ബാക്കി 2 നേരം ചോറ് തൊടൂല. രക്തത്തില് ഷുഗറിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഷുഗറിന്റെ അവസ്ഥ ഇപ്പൊ അടുത്ത് നോക്കുമ്പോ 150 പിന്നെ അതിന് മുമ്പ് 200. ഇത് ഭക്ഷണത്തിന് ശേഷമാണോ അമ്മ? ഭക്ഷണത്തിന് ശേഷം എന്നും നോക്കലുള്ളൂ. ഭക്ഷണത്തിന് ശേഷമാണ്. അപ്പോൾ അമ്മയുടെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഷുഗർ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അമ്മയുടെ കാലിലേക്ക് ഞരമ്പുകളെ അത് പതുക്കെ ബാധിച്ചു തുടങ്ങിയ പോലെയാണ് ഇപ്പം അമ്മ പറയുന്നത് വെച്ചിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ കാലിലെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ പലതരത്തിൽ വരാം. അമ്മയുടെ കാലിലുള്ള സ്പർശനം അറിയുന്ന ഞരമ്പുകളിൽ കൂടുതൽ ബാധിച്ച പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ കാലിൽ ചുട്ടുപോകച്ചിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത്. നടക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ? പക്ഷെ വിരലുകൾ വേദനയാണ്. ഭയങ്കര വേദന തോന്നുന്നുണ്ട്. അപ്പോൾ അത് രാത്രി കിടക്കുമ്പോഴൊക്കെ വലിച്ചിൽ പോലെ തോന്നുന്നുണ്ടോ? രാത്രി മാത്രമാണ് ഭയങ്കര വേദന, രാവിലെ ഒന്നും അങ്ങനെ വേദന തോന്നുന്നില്ല. അത് ഈ ഞരമ്പുകളുടെ പ്രവർത്തന വ്യത്യാസം കൊണ്ടാണ് അമ്മ കൂടുതൽ തോന്നുന്നത്. നമ്മുടെ കാലിൽ ഈ സ്പർശനം അറിയുന്നതും മറ്റ് മസിലുകളിലേക്ക് കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകൾ വീക്കാവുമ്പോൾ ചിലപ്പോൾ അതിനകത്തോട്ടുള്ള രക്തോട്ടത്തിലും വ്യത്യാസം വരാം. ഈ രക്തോട്ട വ്യത്യാസം ഉള്ളതുകൊണ്ടും അമ്മയ്ക്ക് വലിച്ചിലും വേദനകളും തോന്നാവുന്നതാണ്. അപ്പോൾ ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് വേണ്ട ചില മരുന്നുകളുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇപ്പോൾ ചില എൽകാർനിറ്റിൻ എന്നൊക്കെ പറഞ്ഞ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കാലിൻ്റെ കഴപ്പൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ പ്രിഗബാലിൻ അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള ചില വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ആ പുകച്ചിലും ഒരു പരിധിവരെ കുറവ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ ആരെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഹലോ, എനിക്ക് തോന്നുന്നു കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. എന്തായാലും ആളിന് മനസ്സിലായിട്ടുണ്ടാവും ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ദീർഘകാലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഷുഗർ ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും കുഴപ്പത്തിലേക്ക് മാറ്റുന്നത്, മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന
റെറ്റിനോപ്പതി, അതെ. ഇപ്പോൾ ഈ അമ്മ വിളിച്ചതുപോലെയുള്ള ന്യൂറോപ്പതി, അതേപോലെ നെഫ്രോപ്പതി, അതുപോലത്തെ ഒരു രീതിയാണ് ഇനി ഭാവിയിൽ ഓങ്കോപ്പതിയും വരാൻ നമ്മൾ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കാർഡിയാക് ഡിസീസ്, ഷുഗർ എല്ലാത്തിൻ്റെയും ഒരു തുടക്കമാണെന്നും ആ ഒരു അസോസിയേഷൻ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഡയബറ്റിക് ഓങ്കോപ്പതി എന്ന് പറയുന്നത് പ്രൂഫ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഡോക്ടർ പറഞ്ഞു ഈ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ലിവറിലേക്ക് അത് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് കാരണം ഈ 2 ഓർഗൻസിനും ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഈ ഹൈപ്പർഗ്ലൈസീമിയയ്ക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതും ചിലപ്പോൾ ക്യാൻസർ സാധ്യത ഉണ്ടാകുന്നത് ശരിയാണോ? അതിനെപ്പറ്റി ഇപ്പോഴും കോൺട്രവേഴ്സീസ് നടക്കുകയാണ്. കാരണം ശരീരത്തിനകത്ത് ഷുഗർ കൂടി നിൽക്കുമ്പോഴും അതിൻ്റെ ഇൻസുലിൻ്റെ പ്രതിരോധം നിൽക്കുമ്പോഴും ശരീരത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പയോഗ്ലിറ്റിസോൺ അല്ലെങ്കിൽ റോസിഗ്ലിറ്റിസോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തയോസോളിൻറ്റീൻ ഡയോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ഗുളികകളിലാണ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെപ്പറ്റി പിന്നെ തുടർച്ചയായിട്ട് പഠനങ്ങൾ 2005 തൊട്ടിട്ട് കൃത്യമായിട്ട് നടത്തുകയും അങ്ങനെ ഒരു കറക്റ്റ് അസോസിയേഷൻ ഇത് തമ്മിൽ കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ മെറ്റ്ഫോമിൻ്റെ കാര്യത്തിലാണെങ്കിലും മെറ്റ്ഫോമിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ കുറച്ചുകൂടെ ഗുണം ചെയ്യുന്ന ഗുളികയാണ്. ക്യാൻസറുള്ള രോഗികൾക്ക് മെറ്റ്ഫോർമിൻ കൊടുക്കാം, വളരെ നല്ല ഗുളികയാണ്. നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം 30 ml താഴെ പോകുന്ന ഒരവസ്ഥയിൽ GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് താഴ്ന്നു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതോ അല്ലെങ്കിൽ നിർത്തേണ്ടതോ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും സമയം വരെ, അതായത് ഒരു 4ാമത്തെ സ്റ്റേജിലോട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നത് വരെ നമുക്ക് ധൈര്യമായിട്ട് മെറ്റ്ഫോമിൻ കൊടുക്കാം. മെറ്റ്ഫോമിൻ വളരെ ഗുണം ചെയ്യുന്ന ഒരു നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നായിട്ടാണ് മെറ്റ്ഫോമിൻ കണക്കാക്കുന്നത്. ഒരു കോളറുള്ള പോലെ തോന്നി കൃഷ്ണകുമാർ. അപ്പോൾ നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കുമ്പോൾ പലതരം ഗുണങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിന് അമിതമായിട്ടുള്ള വണ്ണം കുറയും. ഒന്ന്. രണ്ടാമത്, അതിനകത്തുള്ള അതിൻ്റെ പ്രവർത്തനം ഒരു പ്രത്യേക തരത്തിലാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് AMP കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കും. അതേപോലത്തെ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഈ മെറ്റ്ഫോമിനും ശരീരത്തിൽ ചെയ്യുന്നത്. പിന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്നുള്ളത് തോന്നൽ വരില്ല. നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ കോശങ്ങളെ കൊണ്ട് ഗ്ലൂക്കോസ് എടുത്തിട്ട് അതിന് വ്യക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി ആ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് മെറ്റ്ഫോമിൻ സഹായിക്കും. എല്ലാ തരത്തിലും മെറ്റ്ഫോമിൻ ഗുണകരമാണ്. അതെ, ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ ഹലോ ആ പറഞ്ഞോളൂ കൃഷ്ണകുമാർ, പറഞ്ഞോളൂ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ ഡയബറ്റിക് ED, അതിനെ കുറിച്ച് എന്താ, അതിന് വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഐ സഫറിംഗ് ഫ്രം ദിസ് ഡിസീസ് ഫോർ ലാസ്റ്റ് 6 months. ഓക്കെ. എത്ര വർഷമായിട്ട് ഷുഗർ ഉള്ള ആളാ? ഷുഗർ 10-15 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഗ്ലിസറൈഡ് 1 mg കഴിക്കുന്നുണ്ട്, മെറ്റ്ഫോർമിൻ 500 mg കഴിക്കുന്നുണ്ട്. കൺട്രോൾഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് 2 കാരണങ്ങളാണ് കാണുന്നത്. ഒന്ന് ഞരമ്പിൻ്റെ ബലക്ഷയമാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തോട്ടത്തിലുള്ള വ്യത്യാസം കൊണ്ടാവാം. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം കൃത്യമാണെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ആ രക്തോട്ടം നിലനിർത്താൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എപ്പോഴും ED ഒരു കാർഡിയാക് ഡിസീസിൻ്റെ പ്രീ റണ്ണറായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഞരമ്പിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഉദ്ദീപിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ഗുളികകളുണ്ട്. ഹാർട്ട് സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല എന്ന് കാണുകയാണെങ്കിൽ ആ ഗുളികകൾ കഴിക്കുന്നതുകൊണ്ട് അങ്ങോട്ടുള്ള രക്തോട്ടവും ഞരമ്പിനുള്ള ബലക്ഷമതയും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട്, ഇപ്പോൾ 6 മാസമല്ലേ ആയിട്ടുള്ളൂ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രാത്രി ഉറക്കത്തിലൊക്കെ തന്നെ ഉദാഹരണം കിട്ടുന്ന ഒരാളല്ലേ? കുഴപ്പമില്ലല്ലോ. ഉറക്കത്തിൽ ഒട്ടും തന്നെ കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒരു TMT ഒന്നങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൃത്യമാണോ നോക്കുക. അതിനുശേഷം ഇതിന് ഉദ്ദീപനം കിട്ടുന്ന തരത്തിലുള്ള ടാഡലാഫില് അങ്ങനെ ചെറിയ ഗുളികകളുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ശരിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. നേരത്തെ നിങ്ങൾ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അത് തുടർന്ന് പോവുകയും ചെയ്യുക. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലൈവ് ഡോക്ടേഴ്സിലൊരു ഇടവേള.
ലൈവ് ഡോക്ടേഴ്സ് പവേർഡ് ബൈ സെന്റ് പോൾസ് ആയുർവേദ. ആസ്മയും അലർജിയും ഇനി മാറാരോഗമല്ല. കോ സ്പോൺസർഡ് ബൈ ARC ഇന്റർനാഷണൽ ഫെർട്ടിലിറ്റി ആൻഡ് റിസർച്ച് സെന്റർ, മാമംഗലം, പാലാരിവട്ടം, കൊച്ചി. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ കോ സ്പോൺസർഡ് ബൈ ആംസ്ട്രാറ്റ്, The all new next generation air conditioners. അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ. എൻകൗണ്ടർ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് 24-ൽ. വാരിയർ സിൽക്ക് ഷർട്ട്സ് എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. കുട്ടികളുടെ കൂടെ വന്നത് എത്ര നന്നായി. ശരിയാ, വണ്ടർല ഒരു അത്ഭുത ലോകം തന്നെ. എല്ലാവരും എത്ര സന്തോഷത്തിലാ. എന്നാ വാ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഏത് പ്രായക്കാർക്കും ഉല്ലസിക്കാനൊരിടം വണ്ടർല. V-Guard table, pedestal and wall fans. ലൈവ് ഡോക്ടേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഡയബറ്റിക് ഓങ്കോപ്പതി എന്ന് പറഞ്ഞു, പ്രൂഫ് ആയിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും ഈ ഡയബറ്റിക്സ് കൺഫേം ആയ വ്യക്തി ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകുന്നത് നല്ലതാണ്? ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ 2 കേസസ് പ്രസൻറ്റ് ചെയ്തതിൽ വെച്ച് വളരെ ചെറുപ്രായത്തിൽ, അതായത് 37 വയസ്സേ ആ സ്ത്രീക്കുള്ളൂ. അവർ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള ലേഡിയാണ്. അവരിൽ ഗ്യാസും മറ്റു പ്രശ്നങ്ങളുമായി വന്ന സമയത്ത് അവർക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ആമാശയത്തിനകത്ത് ചെറിയ ഗ്രോത്ത് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ എല്ലാവരിലും ഇതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതശൈലി മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വ്യായാമം വളരെ കുറവാണ് എല്ലാവരിലും. അതേപോലെ അമിതവണ്ണം, പ്രത്യേകിച്ച് അരവണ്ണം എല്ലാവരിലും കൂടുതൽ, വിസറൽ അഡിപ്പോസ് ടിഷ്യൂ എല്ലാവരിലും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലത്തുള്ള ലിവറിലും അതിൻ്റെ ചുറ്റിലും കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഫാറ്റി ലിവർ വന്നു കഴിയുമ്പോൾ അത് സ്റ്റിഫ്നെസ് സ്കോർ എന്ന് പറയും. ഫാറ്റി ലിവർ പതുക്കെ പതുക്കെ അവിടുത്തെ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങളെ ഉദ്ദീപിപ്പിച്ച് അതിനകത്ത് നാരുകൾ കൂടുതലായിട്ട് ലിവറിനകത്ത് ഡെവലപ്പ് ചെയ്ത് അത് പതുക്കെ സിറോസിസ് പോലെ, മദ്യപാനം എപ്പോഴും വേണമെന്നില്ല, സിറോസിസ് പോലുള്ള അവസ്ഥയിലേക്ക് പോവാം. അത് പിന്നെ ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ നിലനിൽക്കുമ്പോൾ ഷുഗർ ഇതിനെ ഉദ്ദീപിക്കുന്ന അഡ്വാൻസ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സും പിന്നെ വാസ്കുലർ ഗ്രോത്ത് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വസ്തുക്കൾ, ഈ ടെർമിനോളജീസ് ആളുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ സ്ക്രീനിങ് വളരെ ഗുണകരമാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ ഒന്ന് എല്ലാ അവയവങ്ങളും ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണെങ്കിൽ സ്ത്രീകൾ സെൽഫ് എക്സാമിനേഷൻ, അത് എല്ലായ്പ്പോഴും ഇപ്പോഴത്തെ ക്യാൻസർ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യമാണ്. പിന്നെ പാപ്സ്മിയർ 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ തന്നെ ഒരു പാപ്സ്മിയർ എടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതേപോലെ ലിവറിൻ്റെ നോക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്രേഡിലാണ് ഫാറ്റി ലിവർ കിടക്കുന്നതെന്ന് അറിയാം. അങ്ങനെയുള്ള ഇലാസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ട് ചെറിയ ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ലിവറിലെ സ്റ്റിഫ്നെസ് സ്കോർ എന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കേടുകൾ അറിയാനുള്ള. പിന്നെ പല സ്ക്രീനിങ് ടെക്നിക്സും ഉണ്ട്. അത് കുറച്ച് ഒരു കോളറുണ്ട്, വിനോദാണ് ചിങ്ങവനത്ത് നിന്ന്. വിനോദ്, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് ഒരു 49 വയസ്സ് കഴിഞ്ഞ്. പറഞ്ഞോളൂ. ടൈലിന്റെ പരിപാടിയാ. അപ്പൊ ഈ പെടലിയുടെ ഇടത്തുവശത്തും അങ്ങോട്ട് തിരിക്കുമ്പോ ഒരു വേദന, ഇടത്ത് കൈയുടെ മുട്ടിനൊരു വേദന, കാലിന്റെ മുട്ടിനൊരു വേദന. ആ സൈഡ് മാത്രമേ ഉള്ളൂ. ഇടതേ ഭാഗത്ത് തോളില് ഇടത് വശത്ത് കംപ്ലീറ്റ് കാലിനും കൈക്കും പെടലി അങ്ങോട്ട് തിരിക്കുമ്പോഴും. അല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? ഇല്ല, വേറെ അസുഖമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു നേരത്തെ പോലെ. ശരി. അതിന് മരുന്നുകൾ വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല, അതിന് മരുന്നിന് ഈയിടെ ഞാൻ ഒരു 2 മാസം മുമ്പ് കോട്ടയത്ത് പോയി.
അതിന് എല്ലാം ചെയ്തു. അന്നേരം സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു. അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ കൈയുടെ മുട്ടിനും കാലിന്റെ മുട്ടിനും ഈ പെടലിയിൽ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഉള്ള വേദനയെ മാറുന്നില്ല. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യൂ. നമ്മൾ വേദനകൾ തുടർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ജോയിൻറ്റിലുള്ള കേടുകളാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളൊരു എല്ലിൻ്റെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് എല്ലിൻ്റെയോ അതിൻ്റെ ഉള്ളിലുള്ള തരണാസ്ഥയുടെയോ കേടുകളാണോ, അല്ലെങ്കിൽ എല്ലിൻ്റെ ആവരണങ്ങളുണ്ട് ചെറുതായിട്ട്, ഈ ജോയിൻറ്റുകളിലെ ആവരണങ്ങളുണ്ട്, ആ ആവരണത്തിലുള്ള മുറുക്കമോ അതിലുള്ള കേടുകളാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിൻ്റെ ജോയിൻറ്റുകൾ മാത്രം നോക്കുന്ന അസ്ഥിരോഗ വിദഗ്ധന്മാരുണ്ട്, അവരെയാണ് കണ്ടു നോക്കേണ്ടത്. പിന്നെ ബാക്കി അസ്ഥിക്ക് വല്ല ബലക്ഷയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് അതിന് ഇത്തിരി കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ഒന്ന് കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായം എടുത്തിട്ട് നാം ചെയ്യുന്ന ജോലിയുടെ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തുകയാണെങ്കിലും അതിന് പറ്റുന്ന ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിലും ഇത് മാറിക്കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിക്കോളൂ കേട്ടോ, പേടിക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ശരി എന്നാൽ. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബ്ലഡിൽ ഷുഗർ കൂടിയാൽ അത് DNA തകരാറുണ്ടാക്കുകയും ഇത്തരത്തിലുള്ള DNA തകരാറുകൾ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ഇൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് നമ്മളെ ബ്ലഡിൽ ഈ പ്രമേഹ രോഗികളിൽ കൂടുതൽ കാണാം. ഉദാഹരണമായിട്ട് പ്രായമാകുമ്പോൾ എല്ലാവർക്കും തിമിരം വരും 40 വയസ്സിന് ശേഷം. അപ്പോൾ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് 50-60 വയസ്സ് കഴിഞ്ഞിട്ട് തിമിരം വരുള്ളൂ. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ആദ്യത്തെ മൂന്നാമത്തെ കോളർ ചോദിച്ച പോലെ മുട്ടിന് അയാൾക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരുപക്ഷെ മുട്ടിന് തേയ്മാനമായിരിക്കാം. അയാൾക്ക് 10-50 വയസ്സായി ആ സമയത്തേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു പ്രമേഹം ബാധിച്ച ഒരാളുടെ ആണെങ്കിൽ ഇത് 30 വയസ്സിലെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ കാരണബോധനാവുന്നത് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വസ്തുവാണ്. അത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെയധികം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖമുള്ള സത്യം. പണ്ടത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അധികവും ആവിയിൽ വേവിച്ചിട്ടും നമ്മൾ കറി വെച്ചിട്ടുമാണ് കഴിച്ചിരുന്നത്. എന്നാൽ എല്ലാവരും തിരക്കുള്ളതും ആയതുകൊണ്ട് ഇപ്പോൾ മൈക്രോവേവ് ഓവനാണ് അധികം ഇതിനും കുക്കിങ്ങിനും യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും. ഇതിനകത്ത് ഈ കിട്ടുന്ന ഭക്ഷണത്തിനകത്തൊക്കെ എന്താണോ പ്രമേഹം മൂലം ഒരാളുടെ ശരീരത്തിനകത്ത് എന്തവസ്ഥയാണോ സംജാതമാകുന്നത് അതേ അവസ്ഥ തന്നെ ഉള്ള വസ്തുക്കൾ ഈ ഭക്ഷണത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ കുഞ്ഞിലേ തന്നെ ഈ ഭക്ഷണം കഴിച്ചു വരികയാണ്. അപ്പോൾ ആ കുട്ടികൾ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരറിയാതെ പ്രമേഹം അവരുടെ ശരീരത്തിൽ വരാം. ഇതൊക്കെ തന്നെയും ക്യാൻസർ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാം. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു സന്തുലിതാവസ്ഥയാണ്. അതായത് പ്രോട്ടോ ഓങ്കോജീൻ ആൻഡ് സപ്രസർ ജീൻ എന്ന് പറയും. അത് നമ്മുടെ മനസ്സ് പോലെ തന്നെ അതിനെ ബാലൻസിലാണ് കൊണ്ട് നടത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം ഒരു ബാലൻസിലാണ് കൊണ്ട് നടത്തുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജീനുകളുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചാൽ സ്വാഭാവികമായിട്ടും ക്യാൻസർ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രമേഹത്തിനാണെങ്കിലും ക്യാൻസറിനാണെങ്കിലും ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒന്ന് ഏജ് എന്ന് പറയുന്നത്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ നമുക്ക് മാറ്റാൻ പറ്റില്ല, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ എത്നിസിറ്റി, നമ്മൾ ഏത് കൾച്ചറിൽ ഏത് വംശത്തിൽ ജനിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഭക്ഷണ രീതി, പിന്നെ വ്യായാമമാണ് അതിൽ ഏറ്റവും നമുക്ക് ചെറുപ്പം തൊട്ടേ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ. വ്യായാമത്തിന് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാക്കുന്ന പല വസ്തുക്കളുണ്ട്. അതിന് സബ്സ്റ്റൻസ് പി എന്നൊക്കെ പറയാം. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ പല വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന പല വസ്തുക്കളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വയറിൻ്റെ ചുറ്റിലും കൊഴുപ്പടിയുന്നത് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മാറ്റിക്കളയാനും നമുക്ക് പറ്റും. രണ്ടാമത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണം കഴിവതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അതിൽ തന്നെ നമ്മൾ നാരിൻ്റെ അംശം കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് പഴവർഗ്ഗങ്ങളായിരിക്കാം. പിന്നെ സീസണൽ ഭക്ഷണങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടുള്ള ചക്കയുടെയൊക്കെ പഴുത്തത് ഷുഗർ രോഗികൾ കഴിക്കരുത്. പച്ച ഇടിയൻ ചക്ക വരെയുള്ളത് കഴിക്കാം. അല്ലാത്ത ഇതിൽ എല്ലാ രീതിയിൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും, മാങ്ങ, ചക്ക, അതേപോലെ പിണ്ടി, കൊടപ്പൻ, അങ്ങനത്തെ എല്ലാ നാരിൻ്റെ അംശം കൂടുതലുള്ള. ഒരു കോളറോട് ഉണ്ട് ഡോക്ടറെ, മഞ്ചേരിയിൽ നിന്ന് അബ്ദുൾ നാസറാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ ഹലോ പറഞ്ഞോളൂ അബ്ദുൾ നാസർ, പറഞ്ഞോളൂ. ഹലോ, ലൈവ് ഡോക്ടേഴ്സ് സുരേഷ് ഡോക്ടറാണോ? പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഞാന് പിന്നെ മഞ്ചേരിയിൽ നാസർ എന്ന പേശിയാണ്. പറഞ്ഞോളൂ നാസർ, പറഞ്ഞോളൂ. എനിക്ക് 2005 മുതൽ പിന്നെ ഡയബറ്റീസ് ഉള്ളൊരു ആളാണ്. തുടക്കത്തിൽ കുറച്ച് കൂടിയിട്ടായിരുന്നു. പിന്നെ ഒരു 4-5 വർഷം അതിന് പിന്നെ കാപ്സ്യൂൾ ഗുളികയൊക്കെ ആയിട്ട് കഴിച്ചിരുന്നത്. വയറിനൊക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് പിന്നെ മിക്സാഡ് 30 HM ഇൻസുലിൻ എടുക്കൽ തുടങ്ങി.
ആ വൈകിട്ട് ഒരു 15 രാവിലെ ഒരു 20 അപ്പം എടുത്തു തരുന്നത്. ഉവ്വ. പിന്നെ ഉച്ചക്ക് ഒരു ഐഎസ്റ്റാമിസ്റ്റ് 50/1000 പറഞ്ഞ ഉവ്വ. അതും കഴിക്കുന്നുണ്ട്. അത് സക്കരിയ ഡോക്ടർ, പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലെ സക്കരിയ ഡോക്ടറെ ഇതാണ്. അതിപ്പോ തുടർന്ന് പോകുന്നുണ്ട്. പോരിലോട്ട് 6 വർഷം 7 വർഷത്തായി. പക്ഷെ ഇപ്പോഴുള്ള വിഷയമാണ് മുട്ടിന്റെ പിന്നെ അടിഭാഗത്തും കാലിന്റെ പാദത്തിലും ചുട്ടിങ്ങനെ ചുട്ടുപോകച്ചിലുണ്ട്. ചുട്ടുപോകച്ചില്. പിന്നെ ഭക്ഷണത്തിലധികം പ്രിയനൊന്നല്ല. അത് പിന്നെ അതുകൊണ്ട് കൺട്രോൾ വളരെ ഇപ്പൊ നല്ല ഹാപ്പിയിലാണ്. അതിന്റെ ശേഷം നല്ല തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരും. ഈ കാൽമുട്ടിന്റെ ചുവട്ടിലും പിന്നെ പാദത്തിലും ചുട്ടുപോകുകയുണ്ട്. അവിടെ ചെന്നിട്ട് ഞരമ്പിന്റെ പ്രവർത്തനം എങ്ങനെയാന്നുള്ള പരിശോധന നോക്കിയായിരുന്നോ? ഒരിക്കൽ നോക്കിയിരുന്നു. അവര് തന്നിരുന്നു. അന്ന് ഞാൻ സൗദിയിലായിരുന്നു താമസം. മരുന്നൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ആ മരുന്ന് കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണം വരും, ഉറക്കം പോലെ വരുന്നുണ്ടല്ലേ? ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ ഒത്തിരി ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് ഞരമ്പിൻ്റെ ചെറിയ കേട് പോലെയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് കാണുന്നത്. കാലിൻ്റെ സ്പർശനം അറിയുന്ന ഞരമ്പുകൾ അല്ലെങ്കിൽ വേദന ക്രമീകരിക്കുന്ന കുഞ്ഞു ഞരമ്പുകളുടെ കേടുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചുട്ടുപോകച്ചിൽ അനുഭവപ്പെടുന്നത്. അത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു കാര്യം ചെയ്യാവുന്നത്, ഇങ്ങനെ ഉറക്കം കൂടുതലുള്ളതുകൊണ്ട് കാലിൻ്റെ അടിയിൽ പുരട്ടാനുള്ള ചെറിയ മരുന്നുകളുണ്ട് ഇങ്ങനത്തെ ഞരമ്പിൻ്റെ കേടിന്. അത് പുരട്ടുകയും ഞരമ്പുകളുടെ പ്രവർത്തനം കിട്ടാവുന്ന ഉറക്കം വരാത്ത തരത്തിലുള്ള കുഞ്ഞു ഗുളികകളുണ്ട്. അത് കഴിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ ആവും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സക്കറി ഡോക്ടറെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഞരമ്പുകളുടെ പ്രവർത്തനം ഒന്ന് നോക്കിക്കോളും. ആവശ്യമാണെങ്കിൽ ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്. അത് ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്തിട്ട് അതിൽ എത്ര ശതമാനം ഞരമ്പുകളുടെ കേടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മരുന്നുകൾ കുറിക്കാവുന്നുള്ളൂ കേട്ടോ. പ്രശ്നമുള്ള കാര്യമല്ല, തുടക്കമായിട്ടുള്ളൂ, മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡയബറ്റിക് ഓങ്കോപ്പതി എന്ന് പറയുന്ന പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ വളരെ ലളിതമായി സംസാരിച്ചത്. വളരെ നന്ദി. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആ കുഞ്ഞിനെയും കൊണ്ടുള്ള ആംബുലൻസിന് സുഗമമായ വഴിയൊരുക്കുക. ഈ സ്ക്രീനിൻ്റെ വലതുവശത്തുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. നമസ്കാരം.